ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് ഗ്രൂപ്പ് തിയറിയിലെ സെക്കൻഡ് ആപ്ലിക്കേഷൻസിലോട്ട് പോകാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് IR രാമൻ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ പ്രെഡിക്റ്റ് ചെയ്യുക. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ യൂസിങ് ഗ്രൂപ്പ് തിയറി. ഗ്രൂപ്പ് തിയറി വെച്ച് നമുക്ക് ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പഠിച്ചിട്ടുണ്ട് SP2, SP, DSP3 അങ്ങനെയുള്ള ആ ഹൈബ്രിഡൈസേഷൻ നമുക്ക് ഗ്രൂപ്പ് തിയറി വെച്ച് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ഞാൻ 2 എക്സാമ്പിൾ എടുത്താണ് കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മോളിക്യൂള് നമുക്ക് BF3 എടുക്കാം. BF3. ഓക്കെ, BF3 മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D3H ആണ്. D3H പോയിന്റ് ഗ്രൂപ്പ് ആണ് BF3 ഉള്ളത്. അവരുടെ സിമെട്രി എലമെന്റ്സ് E, 2C3, 3C2, സിഗ്മ H, 2S3, 3 സിഗ്മ V. ഓക്കെ, ഇത്രയുമാണ് അവരുടെ സിമെട്രി എലമെന്റ്സ് BF3 മോളിക്യൂളിന്റെ. അപ്പോൾ ഈ BF3 മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രൂപ്പ് തിയറി വെച്ച്. അപ്പോ നമ്മളിവിടെ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. റിഡക്ഷൻ ഫോർമുലയില് നമ്മൾ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എഴുതാവുന്ന ടൈമില് നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, അത് ഓരോ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ് വെച്ച് അവരെ ക്യാരക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ചെയ്തിരുന്നു. പക്ഷേ ഈ കേസിൽ നമ്മൾ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ 3n കോർഡിനേറ്റിന്റെ ബേസിസിൽ കണ്ടുപിടിക്കാം, XYZ ബേസിസിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വെക്ടേഴ്സ്, ബോണ്ട് ആംഗിൾസ്, ബോണ്ട് വെക്ടേഴ്സ്, ആ ഒരു ബേസിസ് ഒക്കെ വെച്ച് നമുക്ക് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് BF3 കേസ് പറയുക നോക്കാം. ഞാൻ ആദ്യം അവരുടെ വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, BF3 വെക്ടേഴ്സ് നമുക്ക് പറയാം. ഇതാണ് BF3 ഷേപ്പ്. ഓക്കെ, ഇതിൽ 3 വെക്ടേഴ്സ് ആണുള്ളത്. 1, 2, 3. ഇവർക്ക് 3 വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 3 വെക്ടേഴ്സ് ഇനി നമ്മൾ നോക്കുന്നത് നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് ആണ്. അപ്പം തെറ്റിപ്പോവരുത്, ആറ്റമല്ല, ഒരു ബോണ്ട് ആണ്. ഇങ്ങനെ ഒരു ബോണ്ടിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ബോണ്ട് എന്ന് പറയേണ്ട, വെക്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഐഡന്റിറ്റി എലമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഒരു വെക്ടറും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് എത്രയാണ്? ടോട്ടൽ ഇവിടെ 3 വെക്ടേഴ്സ് ഉണ്ട്. ആ 3 വെക്ടേഴ്സും ചേഞ്ച് ചെയ്യുന്നില്ല. സോ അവിടുത്തെ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടർ 3 ആണ്. ഇനി ഞാൻ നെക്സ്റ്റ് C3 എടുക്കുവാണ്. C3 എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നമ്മുടെ ബോറോണിലൂടെ നടുക്കൂടെ പോകുന്ന ആ ഒരു ആക്സിസ് അല്ലേ C3. അപ്പൊ ഇവിടെ C3 ആ ബോറോൺ ഈ ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 3 വെക്ടേഴ്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസിന്റെ കേസിൽ C3 അപ്ലൈ ചെയ്യുമ്പോൾ ബോറോൺ ചേഞ്ച് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റം നമ്മൾ 1 എന്ന് എഴുതുമായിരുന്നു. പക്ഷെ ഈ കേസിൽ നമ്മൾ C3 അപ്ലൈ ചെയ്യുമ്പോഴത്തേനും എന്താ സംഭവിക്കുക? ആ 3 വെക്ടേഴ്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്, പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ അൺഷിഫ്റ്റഡ് എന്ന് പറയുന്നത് ആരാ? 0 ആണ്, കാരണം എല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇതിൽ C2 നോക്കുവാണ്. C2. അപ്പൊ C2 നോക്കുമ്പോൾ ഇങ്ങനെ ഒരു BF-നെ ഞാൻ ഫിക്സഡ് ആക്കി വെച്ചിട്ട് അവരെയല്ലേ റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ഈ F1 ഉം F2 ആണ് പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ F1 F2 പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ BF എന്ന് പറഞ്ഞ ആ വെക്ടർ ചേഞ്ച് ചെയ്യുന്നില്ല, അതിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു വെക്ടറിന് ചേഞ്ച് സംഭവിക്കില്ല. സോ അപ്പൊ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് C2 ചെയ്യുമ്പോൾ 1 ആണ്. ഓക്കെ,
ഇനി ഞാൻ സിഗ്മ എച്ച് ചെയ്യുമ്പോൾ, സിഗ്മ എച്ച് എന്ന് വെച്ചാൽ മോളിക്കൂളിലൂടെ പാസ് ചെയ്ത് പോവാണ്. അപ്പൊ അവിടെ വെക്ടേഴ്സിനൊന്നും ചേഞ്ച് സംഭവിക്കുക, ജസ്റ്റ് റിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ അൺഷിഫ്റ്റഡ് 3 ആണ്. ഓക്കെ, ഞാൻ ഇനി ഇതിന്റെ അകത്ത് S3 അപ്ലൈ ചെയ്യുന്നു. S3 എന്ന് വെച്ചാൽ എന്താണ്? C3 ഇൻറ്റു സിഗ്മ എച്ച് ആണ്. ഇവിടെ C3 ചെയ്യുമ്പോൾ തന്നെ എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ ബോണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മള് സിഗ്മ ഡയർ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ എല്ലാം ചേഞ്ച് ചെയ്യും. സോ അൺഷിഫ്റ്റഡ് 0 ആണ്. ഇനി സിഗ്മ വി ഞാൻ നോക്കുവാണെങ്കിൽ, ഓക്കെ, ഞാൻ ഇതിൽ സിഗ്മ വി എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വെക്ടറിലൂടെ കട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഒരു വെക്ടർ ചേഞ്ച് ചെയ്യത്തില്ല, ഒരാളിലൂടെ കട്ട് ചെയ്ത് പോവാണ്. അപ്പൊ അയാൾക്ക് ചേഞ്ച് വരത്തില്ല. അപ്പൊ ഇവിടുത്തെ നമ്പർ സിഗ്മ വി ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതില് ഈ BF3 മോളിക്യൂളില് നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് എന്നുള്ള ബേസിസിലാണ് ഒരു റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഓരോ സിമെട്രി എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. നോക്കോളൂ, E ചെയ്യുമ്പോൾ 3 ആയിരുന്നു, 2C3 ചെയ്തപ്പോൾ 0, 3C2 ചെയ്തപ്പോൾ 1, സിഗ്മ എച്ച് ചെയ്യുമ്പോൾ 3, then 2S3 ചെയ്യുമ്പോൾ 0, 3 സിഗ്മ വി ചെയ്യുമ്പോൾ 1. അപ്പൊ 301 301 ഇതാണ് എനിക്ക് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കിട്ടിയത് ആരുടെ കേസില്? BF3യുടെ കേസില്. ഓക്കെ, ഇനിയാണ് എനിക്ക് ഇവരുടെ ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? ഈ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ N of A1, N of A2 അങ്ങനെ എല്ലാം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു എക്സാം പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഓരോന്നും എടുത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് ഉണ്ട്, കുറച്ചൊരു ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓരോ A1, A2, B1 D3 ആണെങ്കിൽ ഒത്തിരി സിമെട്രി ഒത്തിരി IR ഉണ്ട്, ഒത്തിരി ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ ഓരോന്നും കണ്ടുപിടിച്ചെടുക്കാൻ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് എന്ന് വെച്ചാൽ അത് കുറച്ച് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് ചെയ്ത് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് നോക്കി നമ്മൾ മോളിക്കൂൾ വരച്ചു, ആ മോളിക്കൂളിൽ നമ്മൾ സിമെട്രി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എനിക്ക് 301 എന്നാണ് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കിട്ടുന്നതെങ്കിൽ അവരുടെ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ഇൻ ടേംസ് ഓഫ് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് A1 ഡാഷ് പ്ലസ് E ഡാഷ് ആയിരിക്കും. ഓക്കെ, 301 അതിപ്പം BF3 ആവണം എന്നില്ല, ഏത് മോളിക്കൂൾ ആണെങ്കിലും D3 പോയിന്റ് ഗ്രൂപ്പ് ഉള്ള ഏത് മോളിക്കൂളും ഞാൻ അപ്ലൈ ചെയ്ത് നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് നോക്കി കഴിഞ്ഞ് എനിക്ക് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കിട്ടുന്നത് 301 എന്ന ഫോമിലാണെങ്കിൽ അവരുടെ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എന്തായിരിക്കും? A1 ഡാഷ് പ്ലസ് E ഡാഷ് ഇതായിരിക്കും. ഓക്കെ, ഇനി അപ്പൊ ഇത് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവരുടെ ഹൈബ്രിഡൈസേഷനിലോട്ട് പോണമല്ലോ. അതിന് നമ്മൾ ക്യാരക്ടർ ടേബിളിലോട്ട് നോക്കാം. ക്യാരക്ടർ ടേബിൾ നോക്കുമ്പോൾ A1 ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ A1 ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം സിമെട്രിക് ആണ്. എല്ലാം സിമെട്രിക് ആയിട്ടുള്ളവരെ, ടോട്ടലി സിമെട്രിക്, കംപ്ലീറ്റ്ലി സിമെട്രിക് ആയിട്ടുള്ളവരെ നമ്മൾ S ഓർബിറ്റൽ എന്ന് കൺസിഡർ ചെയ്യണം. അത് ഓർത്തോളുക. ടോട്ടലി സിമെട്രിക് എന്ന് വെച്ചാൽ എല്ലാം +1 ആവുന്നവരെ നമ്മൾ ടോട്ടലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കൊടുക്കുക. അപ്പൊ ഇവർക്ക് S ഓർബിറ്റൽ A1 ഡാഷിൽ വരും. ഓക്കെ, അത് കൂടാതെ അത് നമ്മൾ മൈൻഡിൽ വെക്കുക, S ഓർബിറ്റൽ A1 ഡാഷിലാണ്. നമ്മൾ ക്യാരക്ടർ ടേബിൾ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4th പാർട്ടും അതിന്റെ 5th 6th പാർട്ടിനെ പഠിച്ചായിരുന്നല്ലോ. അതായത് റൊട്ടേഷണൽ, ട്രാൻസ്ലേഷണലും അതുപോലെ തന്നെ അവരുടെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസും ഒക്കെ നോക്കുമ്പോൾ ഈ A1 ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് x² + y² ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിടപ്പുണ്ട്, Z² കിടപ്പുണ്ട്. അതുകൂടാതെ ഈ ഡാഷില് XY ഒന്നിച്ച് കിടപ്പുണ്ട്, x² - y² കിടപ്പുണ്ട്, XY കിടപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പം A1 ഡാഷും E ഡാഷും ആണ് എന്റെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ. അപ്പൊ A1 ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് 5ഉം 6ഉം കോളത്തിൽ കിടക്കുന്ന ആ എലമെന്റ്സ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചു.
A1 ഡാഷിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ, ഈ ഡാഷിൽ എക്സ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് വൈ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇനി ഇവരെ ഞാൻ ഓർബിറ്റലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? ഓർബിറ്റലുമായിട്ട് എനിക്ക് ഇവരെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? അതാണ് ഇനി നെക്സ്റ്റ് നോക്കുന്നത്. നമ്മൾ അവരെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് ഓർബിറ്റലില്, ഇപ്പൊ ഫസ്റ്റത്തെ ഓർബിറ്റൽ അതിന് പറഞ്ഞു, എസ് ഓർബിറ്റൽ പറഞ്ഞു, കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആണെങ്കിൽ അത് എസ് ഓർബിറ്റൽ ആണ്. ഇനി നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് കിടക്കില്ല, ട്രാൻസ്ലേഷനിൽ എക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് പി എക്സ് ആണ് നമ്മുടെ ഓർബിറ്റൽ. നമുക്ക് ഹൈബ്രിഡൈസേഷൻ വേണമെങ്കിൽ പി ഡി എല്ലാം വേണം. അപ്പൊ അതിൽ എക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് പി എക്സ് ആയിരിക്കും, വൈ എന്ന് പറഞ്ഞ് കിടക്കുന്നത് പി വൈ ആയിരിക്കും, ഇസഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് പി ഇസഡ് ആയിരിക്കും. ഓക്കെ, പി എക്സ് പി വൈ പി ഇസഡ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിയുടെ ഇതിലോട്ട് പോവാം. ഡി ഓർബിറ്റലിലോട്ട് പോകുമ്പോ എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി എക്സ് വൈ ആയിരിക്കും. എക്സ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി എക്സ് ഇസഡ് ആയിരിക്കും. എക്സ് ഇസഡ് എന്ന് പറയുന്നത് ഡി എക്സ് ഇസഡ് ആണ്. ദെൻ വൈ ഇസഡ് എന്ന് പറയുന്നത് ഡി വൈ ഇസഡ് ആണ്. ഓക്കെ, എക്സ് വൈ എന്ന് പറയുന്നത് ഡി എക്സ് വൈ ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യും. എക്സ് ഇസഡ് എന്ന് ക്യാരക്ടർ ടേബിളിൽ കിടക്കുവാണെങ്കിൽ അത് ഡി എക്സ് ഇസഡിനെ റെപ്രസെന്റ് ചെയ്യും. വൈ ഇസഡ് ആണെങ്കിൽ അത് ഡി വൈ ഇസഡിനെ റെപ്രസെന്റ് ചെയ്യും. ഇത് കൂടാതെ രണ്ട് ആൾക്കാരും കൂടെ ഉണ്ട്. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും? ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇസഡ് സ്ക്വയർ എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് ഡി ഇസഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് കിടന്നാൽ അത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും, ഇസഡ് സ്ക്വയറിന് കിടന്നാൽ അത് ഡി ഇസഡ് സ്ക്വയറും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, നമ്മള് എസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആയിരിക്കും, അതായത് ടോട്ടൽ ക്യാരക്ടേഴ്സ് എല്ലാം 1 ആയിരിക്കും. ഒറ്റ എക്സ് വൈ എന്ന് കിടക്കുവാണെങ്കിൽ അത് ഇപ്പൊ ചില കേസിൽ നമ്മൾക്ക് എക്സ് വൈ എന്ന് ഒന്നിച്ച് കാണാം. അത് എന്ത് തന്നെയാണ്? പി എക്സും പി വൈയും തന്നെയാണ്, പക്ഷെ അത് സെപ്പറേറ്റ് അല്ല, അതൊരു സെറ്റ് ആണ്. അതൊരു ഒന്നിച്ചൊരു എന്താ അവര് ഒറ്റ ഗ്രൂപ്പ് ആയിട്ടാണ് അവർ എടുക്കുക. ഇങ്ങനെ എക്സ് വൈ ബ്രാക്കറ്റിൽ ഇട്ട് കാണിച്ചാൽ അതിന്റെ അർത്ഥം പി എക്സ് പി വൈ ഒരൊറ്റ ഗ്രൂപ്പ് എന്നുള്ളതാണ്. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒന്നിച്ച് കടന്നാൽ അർത്ഥം. അല്ല, സെപ്പറേറ്റ് ആയിട്ട് എക്സ് എന്ന് വെച്ചാല് പി എക്സ് ആണ്, വൈ എന്ന് വെച്ചാല് പി വൈ, ഇസഡ് പി ഇസഡ്. ദെൻ എസ് ഓർബിറ്റൽ കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ, നമ്മുടെ എസും കഴിഞ്ഞു പിയും കഴിഞ്ഞു. ഇനി ഡിയിലോട്ട് വരുമ്പോ എക്സ് വൈ ഉണ്ട്. എക്സ് വൈ ഒന്നിച്ച് കിടന്നാൽ അത് ബ്രാക്കറ്റ് ഇല്ലാതെ, ബ്രാക്കറ്റും ഇല്ല ഇടയ്ക്ക് കോമയും ഇല്ലാതെ ഒന്നിച്ച് എക്സ് വൈ എന്ന് കിടന്നാൽ അത് ഡി എക്സ് വൈ ആണ്. ദെൻ എക്സ് ഇസഡ് ഉണ്ട്, ഡി എക്സ് ഇസഡ് ആണ്. വൈ ഇസഡ് എന്ന് പറയുമ്പോൾ ഡി വൈ ഇസഡ്. ദെൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കണ്ടാൽ അത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇസഡ് സ്ക്വയർ എന്ന് കണ്ടാൽ അത് ഡി ഇസഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മുടെ എസും 3 പിയും 5 ഡിയും എല്ലാരെയും ആയല്ലോ. ഇനി നമ്മുടെ ബി എഫ് 3 മോളിക്കുളോട് തിരിച്ചു പോകാം. ബി എഫ് 3 മോളിക്കുളോട് തിരിച്ചു പോകാം. അവരുടെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എന്തായിരുന്നു? A1 ഡാഷ് പ്ലസ് ഇ ഡാഷ് ആയിരുന്നു. ഓക്കെ, അതിൽ A1 ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇ ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളവർ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണ്. അപ്പോ A1 ഡാഷിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആണ്, സോ എസ് ഓർബിറ്റൽ അവരുടെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും ഇസഡ് സ്ക്വയറും ആയിരുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഇവിടെ റോൾ ഇല്ല. നമുക്ക് ഇസഡ് സ്ക്വയറിന് എന്തെന്ന് എടുക്കാം? ഡി ഇസഡ് സ്ക്വയറിന് എടുക്കാം. അത് A1 ഡാഷിൽ വരുന്നതാണ്, ഡി ഇസഡ് സ്ക്വയർ. ദെൻ നെക്സ്റ്റ് അവരുടെ IR ഏതായിരുന്നു? ഇ ഡാഷ് ആണ്. ഇ ഡാഷിൽ ഇങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടറബിളിൽ കിടക്കുക, എക്സ് വൈ ബ്രാക്കറ്റിൽ ഇട്ടാ കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിൽ ഇട്ട് കിടന്നാൽ അത് പി എക്സ് പി വൈ ഒരൊറ്റ ഗ്രൂപ്പ് ആയിട്ടാണ്. പി എക്സ് പി വൈ ഒന്നിച്ചൊരു സെറ്റ് ആണ് അവര്. ദെൻ ഇ ഡാഷിൽ തന്നെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എനിക്ക് എടുക്കാം. ഓക്കെ, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അവരെ ഒന്നിച്ചെടുക്കാം. അതുകൂടാതെ ഈ ഡാഷിൽ എക്സ് വൈ എന്ന് കിടപ്പുണ്ട്. അപ്പൊ അതെന്താ? ഡി എക്സ് വൈ ആണ്. അപ്പോ ഇതാണ് ബി എഫ് 3 മോളിക്യൂളിലെ ഓർബിറ്റൽസ് എല്ലാം. പക്ഷെ ഇവരെ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല, നമുക്ക് ഹൈബ്രിഡൈസേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? A1 ഡാഷ് പ്ലസ് ഇ ഡാഷ് എന്നായിരുന്നു എന്റെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ അല്ലേ?
അതായത് A1 ഡാഷിൽ നിന്ന് ഒരാളെ എടുക്കുക. ഇ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അത് 2 ഡയമെൻഷനിൽ അല്ലേ? ഇപ്പൊ 2 ഡയമെൻഷൻ എന്ന് വെച്ചാൽ 2 പേരെ നമുക്ക് എടുക്കാം. അതായത് രണ്ട് എലമെന്റ്സിനെ നമുക്ക് എടുക്കാം. A1 ഡാഷിൽ നിന്ന് ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ, ഒരാളെ. പക്ഷേ ഈ ഡാഷിൽ നിന്ന് എനിക്ക് 2 പേരെ എടുക്കാം. കാരണം ഇ എന്ന് പറയുന്നത് എന്താ? ഡബ്ല്യു ഡീജനറേറ്റഡ് ആണ് അല്ലെ? ഡബ്ല്യു ഡീജനറേറ്റ് ആകുമ്പോൾ എനിക്ക് 2 പേരെ അവിടെ യൂസ് ചെയ്യാൻ പറ്റും ഒരേ സമയം. അറ്റ് എ ടൈം 2 പേരെ എനിക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് പല കോമ്പിനേഷൻസ് ഇവിടെ പോസിബിൾ ആകും. നോക്കാം. ഫസ്റ്റ് ഞാൻ എസ് എടുത്തു. ഓക്കെ, എസ് എടുത്തു. ഇനി പി എക്സിൽ നിന്നും ഒരാളെ എന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാൻ പറ്റുകയില്ല. പി എക്സ് പി വൈ ഒന്നിച്ച് എപ്പോഴും എടുക്കാൻ പറ്റുള്ളൂ. സോ ഇതിൽ തന്നെ 2 പേരെ ഒന്നിച്ചെടുക്കുക. അപ്പൊ ഇയിൽ നിന്ന് 2 പേരെ പി എക്സ് പി വൈ തന്നെ ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വരിക? എസ് വന്നു, 2 പി ചേർന്ന് sp2 എന്നൊരു കോമ്പിനേഷൻ എനിക്ക് വന്നു. അത് ഫസ്റ്റ് ഞാൻ എസ് എടുത്തു, പി എക്സ് പി വൈ എടുത്തു. ഇനി ഞാൻ നെക്സ്റ്റ് ഓക്കെ sp2 വന്നത് എങ്ങനെയാണ് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ നെക്സ്റ്റ് വീണ്ടും എസ് എടുത്തു. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൽ ഒരു ഡി, ഡി എക്സ് വൈയിലെ ഒരു ഡി. അപ്പൊ എനിക്ക് എസ് ഡി സ്ക്വയർ എന്ന് വന്നു. ഓക്കെ അല്ലേ? എ ഡാഷിൽ നിന്ന് ഒരാളെ, ഇ ഡാഷിൽ നിന്ന് 2 പേരെ എടുക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് 2 ഡയമെൻഷണൽ. എസ് ഡി സ്ക്വയർ എന്ന് വന്നു. നെക്സ്റ്റ് ഞാൻ എസിനെ വിട്ടു, ഡിയിൽ നിന്ന് ഒരാളെ എടുത്തു. A1 ഡാഷിൽ തന്നെ ഡി സെഡ് സ്ക്വയറിനെ എടുത്തു. പി എക്സ് പി വൈ ഒറ്റ സെറ്റ് അല്ലേ എടുത്തു. അപ്പൊ എനിക്ക് എന്തെന്ന് വരും? ഡി പി സ്ക്വയർ എന്നൊരു കോമ്പിനേഷൻ വന്നു. ഓക്കെ, ദെൻ വീണ്ടും ഡി സെഡ് സ്ക്വയർ തന്നെ എടുത്തു. ഇവര് 2 പേരെയും കൂടെ എടുത്തു. അപ്പൊ മൊത്തം 3 ഡി ആണ്. അതെന്തായി മാറി? ഡി ക്യൂബ് എന്നായി. ഓക്കെ, അപ്പൊ എനിക്ക് ടോട്ടൽ എത്ര കോമ്പിനേഷൻസ് ആണ് വന്നത്? 4 കോമ്പിനേഷൻസ് ആണ് വന്നത്. sp2, sd2, tp2, t3. ഇതിൽ തന്നെ എനർജറ്റിക്കലി ഫേവറബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതാണ്? sp2 ആണ് ഇതിൽ എനർജറ്റിക്കലി ഫേവറബിൾ. ഒരു എസും 2 പിയും വരുന്നതാണ് ലോ എനർജി. നമുക്ക് വേണ്ടത് ലോ എനർജി ഹൈ സ്റ്റെബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വേണ്ടത്. സോ നമ്മളിവിടെ എടുക്കുന്ന ഏതാണ്? sp2 ആണ് ഇവിടുത്തെ എന്റെ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് തിയറി വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ പറയുക. ഒരു മോളിക്കൂളൂടെ എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ തറവാവും. ഞാൻ ഇവിടെ ഒരു അടുത്തത് ഒരു PF5 എടുക്കാം. PF5ന്റെ സ്ട്രക്ചർ എന്താണ്? എഫ് മേളിൽ ഒരു എഫ് ഉണ്ട്, താഴെ ഒരു എഫ് ഉണ്ട്. ഓക്കെ, ഇതാണ് PF5ന്റെ സ്ട്രക്ചർ. ഇവിടെ നമുക്ക് 5 ബോണ്ട്, ഇവിടെ നമ്മൾ ബോണ്ട് വെക്ടേഴ്സ് ആണ് എടുക്കുക. ടോട്ടൽ എത്ര ബോണ്ട് വെക്ടേഴ്സ് ഉണ്ട്? 5 ബോണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതും ഏത് ഗ്രൂപ്പ് തന്നെയാണ്? ഇത് ഒരു D3H പോയിന്റ് ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ സിമെട്രി എലമെന്റിലും ഓരോ ഓപ്പറേഷൻസ് നമ്മൾ നടത്തുക. ഈ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് ആണ് നോക്കേണ്ടത്. ആരും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. സോ 5 തന്നെയാണ് നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ്. ഇനി ഞാൻ നെക്സ്റ്റ് C3 ചെയ്യുന്നു. C3 ചെയ്യുക എന്ന് വെച്ചാൽ ഈ പിയിലൂടെ അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഈ പിയിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോ നമ്മുടെ മേളിലും താഴെയുമുള്ള ആ 2 ബോണ്ട് വെക്ടേഴ്സ് കണ്ടോ? അതിന് ഒരു ചേഞ്ച് വരുന്നില്ല. കാരണം അതിന്റെ മേളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് PM മേളത്തെയും താഴത്തെയും 2 ബോണ്ടുകൾ, ഇതെല്ലാം കൂടെ നമ്മൾ C3യിൽ റൊട്ടേറ്റ് ചെയ്യുക. സോ അപ്പൊ അവർക്ക് ചേഞ്ച് വരത്തില്ല. അപ്പൊ ആ 2 ബോണ്ട് വെക്ടേഴ്സും അൺഷിഫ്റ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ C2 ചെയ്യുമ്പോൾ ഒരു PF ബോണ്ട് വെക്ടറിലൂടെയാണ് C2 ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു PF ബോണ്ട് വെക്ടർ എടുക്കുന്നു. നമുക്ക് സെന്ററിൽ കൂടെ തന്നെ ഉള്ളത് എടുക്കാം. ഓക്കെ, ഞാനൊന്ന് ബോണ്ട് വെക്ടേഴ്സ് ഇല്ലാതെ നിങ്ങൾക്ക് വരച്ചു കാണിക്കും. നിങ്ങൾ ഓർത്തോണം, ബോണ്ട് തന്നെയാണ് വരയ്ക്കുന്നത്, വെക്ടേഴ്സിനാണെന്ന് ഓർക്കുക. വെക്ടറും കൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇവിടെ ഞാൻ ഓക്കെ C3 ചെയ്യുമ്പോൾ ഇതിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ 3 പേരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മളൊരു കമ്പ് കുത്തി ഇറക്കുന്ന പോലെ ഓർക്കുക. അതാണ്
പിയിലൂടെയും മേളിൽ ഫ്ലൂറിൻ താഴെ ഫ്ലൂറിൻ, ഒരു കമ്പ് ഫ്ലൂറിൻ പി ഫ്ലൂറിൻ, അങ്ങനെ നമ്മൾ കമ്പ് കുത്തി ഇറക്കുന്നു, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ രണ്ട് പി എഫ് ബോണ്ട് വെക്ടേഴ്സ് ചേഞ്ച് ചെയ്യത്തില്ല. അതാണ് C3 നമ്മൾ ചേഞ്ച് ചെയ്യാത്ത നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് എന്ന് പറയുന്നത് 2 ആയിട്ട് എഴുതിയത്. ഓക്കെ, ഇനി ഞാൻ C2ന്റെ കേസ് പറയുവാണെങ്കിൽ നമുക്ക് ഈ എഫിനെ കുറച്ചുകൂടി നീക്കി വരയ്ക്കണം. ഓക്കെ, ഇതാണ് ഞാൻ C2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ C2 ചെയ്യുമ്പോഴത്തേനും എന്റെ ഒരു പി എഫ് മാത്രമല്ലേ ചേഞ്ച് ചെയ്യാത്തുള്ളൂ, ഒരു പി എഫ് കൊണ്ട് മാത്രം ചേഞ്ച് ചെയ്യത്തില്ല. സോ അവിടുത്തെ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് എന്താണ്? 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ സിഗ്മ എച്ച് ആണ്. സിഗ്മ എച്ച് എന്ന് പറയുമ്പോൾ ആ മോളിക്യൂൾ ഈ മൂന്ന് പേരിലൂടെ പോകുന്ന ഒരു എന്താ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോ ആ 3 പേർക്ക് എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. സോ അവിടുത്തെ 3 ബോണ്ട് വെക്ടേഴ്സ് എന്താണ്? അൺഷിഫ്റ്റഡ് ആണ് സിഗ്മ എച്ച് ചെയ്യുമ്പോൾ. ഇനി S3 ചെയ്യുമ്പോഴത്തേനും C3 ചെയ്യുന്നുണ്ട്, കൂടെ സിഗ്മ എച്ചും ചെയ്യുന്നുണ്ട് അല്ലെ. S3 എന്ന് പറയുമ്പോ C3 ചെയ്യും, സിഗ്മ എച്ചും ചെയ്യും. C3 ചെയ്തപ്പോ 2 പേര് അൺഷിഫ്റ്റഡ് ആയിരുന്നു. സിഗ്മ എച്ച് ചെയ്തപ്പോ 3 പേര് അൺഷിഫ്റ്റഡ് ആയി. അപ്പൊ ടോട്ടൽ 5 പേരും എന്തായിട്ട് നിൽക്കും? അൺഷിഫ്റ്റഡ് ആയിട്ട് നിൽക്കുമല്ലേ. അപ്പൊ സോറി, 5 പേരിലും ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ 2 ഓപ്പറേഷൻസും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേനും ആ 5 പേരും ചേഞ്ച് ചെയ്യും. സോ S3 അൺഷിഫ്റ്റഡ് ആയിട്ട് ആരും ഇല്ല, എല്ലാവരും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ S3 അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സിഗ്മ വി ചെയ്യുവാണ്. സിഗ്മ വി ചെയ്യുമ്പോൾ അവിടുത്തെ അൺഷിഫ്റ്റഡ് എന്ന് പറയുന്നത് നമ്മള് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് എടുക്കുമല്ലേ. ഓക്കെ, ഇതിലൂടെ തന്നെ ഒരു ഏതെങ്കിലും ഒരു പി എഫ് എടുക്കുക. ഇങ്ങനെ ഒരു പ്ലെയിൻ നോക്കുക. അപ്പൊ ടോട്ടൽ ഇവിടെ അൺഷിഫ്റ്റഡ് ആയിട്ട് കിടക്കുന്ന എത്ര വെക്ടേഴ്സ് ആയിരിക്കും? 3 വെക്ടേഴ്സ് ആയിരിക്കും. സിഗ്മ വി എടുക്കുമ്പോൾ അൺഷിഫ്റ്റഡ് ആയിട്ട് കിടക്കുന്നത് ടോട്ടൽ 3 ആണ്. സിഗ്മ വിയില് 3 ആണ് ടോട്ടൽ അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ്. അപ്പൊ നമ്മൾ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ബോണ്ടുകൾക്ക് പകരമാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുക. ബോണ്ട് അല്ല, അവിടെ ബോണ്ട് വെക്ടേഴ്സ് എടുക്കുക. അതിൽ ഓരോ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എത്ര വെക്ടേഴ്സ് ആണ്, ആറ്റം അല്ല, എത്ര വെക്ടേഴ്സ് ആണ് അൺഷിഫ്റ്റഡ് ആയിട്ട് കിടക്കുന്നത് നോക്കുക. ഇപ്പൊ ഞാനിപ്പോ ചെയ്ത ഈ PF5 എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഐഡന്റിറ്റി എലമെന്റില് 5, 2C3 2, 3C2 1, സിഗ്മ എച്ചിലാണെങ്കിൽ 3, 2S3 0, 3 സിഗ്മ വിയിലാണെങ്കിൽ 3. ഓക്കെ, അപ്പൊ ഇവരുടെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ നേരത്തെ 301 301 എന്നുള്ള റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കിട്ടുവാണെങ്കിൽ അതിന് ബൈഹാർട്ട് ചെയ്ത് വെച്ചു, അത് A1' + E' ആണ്. അതുപോലെ തന്നെ 521 303 ഇങ്ങനെ ഒരു റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ആണ്. ഇതാണ് നമ്മുടെ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കിട്ടുന്നതെങ്കിൽ അവരുടെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ 2A1' plus A2" plus E'. ഇതാണ് ഇവരുടെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ. 2A1' plus A2" plus E'. ഓക്കെ, അപ്പോ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. 521 303 അത് വരികയാണെങ്കിൽ അവരുടെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ 2A1' plus A2" plus E'. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ക്യാരക്ടർ ടേബിളിലോട്ട് തിരിച്ചു പോവുക.
ഓക്കെ. ടു A1 ഡാഷ് ഉണ്ട്, A2 ഡബിൾ ഡാഷ് ഉണ്ട്, E ഡാഷ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 2A1 ഡാഷ്, ഇവിടെയും A1 എന്ന് പറയുന്നത് ടോട്ടലി സിമെട്രിക് ആണ്. സോ നമ്മള് എസ് ഓർബിറ്റലിനെ A1 ഡാഷിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. നമ്മള് നേരത്തെ D3H പറഞ്ഞപ്പോ ആ കൂടെ തന്നെ പറഞ്ഞായിരുന്നു A1 ഡാഷിൽ ഒരാൾ കൂടെ ഉണ്ട്, DZ² എന്ന് പറഞ്ഞ ഒരാൾ കൂടെ ഉണ്ട്. ഓക്കെ, അത് ലിസ്റ്റ് ഔട്ട് ചെയ്തു, എസും DZ². A2 ഡബിൾ ഡാഷ് നിങ്ങള് ക്യാരക്ടർ ടേബിൾ നോക്കിയാൽ മതി, അതിന്റെ അകത്ത് ഇസഡ് എന്ന് പറഞ്ഞൊരു ടേം മാത്രമേ ഉള്ളൂ A2 ഡബിൾ ഡാഷിന്റെ കൂടെ. അപ്പൊ ഇസഡ് എന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ എന്തെന്ന് എടുക്കണം എന്നാ പറഞ്ഞേ? PZ എന്ന് എടുക്കണം എന്നല്ലേ പറഞ്ഞേ? സോ PZ A2 ഡബിൾ ഡാഷിന്റെ ഓർബിറ്റൽ ആണ്. ദെൻ E ഡാഷ്, ഈ ഡാഷില് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു XY ഒറ്റയ്ക്ക് നിൽക്കുവാണ്. ഒറ്റയ്ക്ക് നിൽക്കുക ചിലവർ ഒറ്റ സെറ്റ് ആയിട്ട് എടുക്കുക, PX PY ഒറ്റ സെറ്റ് ആയിട്ട് എടുക്കുക. ദെൻ അത് കൂടാതെ DX² - Y²ഉം X² - Y² ഉണ്ട്, DXY ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ ഡാഷിലുള്ളത്. ഇനി നമ്മുടെ റെപ്രസെന്റേഷന്റെ അകത്ത് 2A1 ഡാഷ്, ഒരു A2 ഡബിൾ ഡാഷ്, ഒരു E ഡാഷ്, അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്ന. അപ്പോ 2A1 ഡാഷ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം 2 ഓർബിറ്റൽ നമ്മൾ എടുക്കണം. അതാണ് 2A1 ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ S എടുക്കുന്നെങ്കിൽ S തന്നെ 2 തവണ എടുക്കുക, S2 എന്ന് വരും. ഓക്കെ അല്ലേ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഓരോന്നിൽ നിന്നും എടുത്തു നോക്കാം. 2A1 ഡാഷ് ഞാൻ ആദ്യം 2 S എടുത്തു, അപ്പൊ എനിക്ക് S² എന്ന് വന്നു. ദെൻ A2ൽ നിന്ന് ഒരാളെ എടുക്കുക, ഈ ഡാഷിൽ എന്ന് പറയുമ്പോഴത്തേനും തന്നെ ഡബിൾ ഡീജനറേറ്റഡ്, ഈ ഒരു സെറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് വരുന്നേ 2S PZ PX PY, അപ്പം ഒന്നിച്ചെടുക്കുമ്പോൾ അത് S2 T3 എന്ന് വരും. അത് ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് S തന്നെ 2 തവണ എടുത്തു. Pയിൽ നിന്ന് എടുക്കാൻ A2 ഡബിൾ ഡാഷിൽ നിന്ന് എടുക്കാൻ PZ മാത്രമേ ഉള്ളൂ. അപ്പൊ S2 P എന്ന് എനിക്ക് ഇവിടെ നിൽക്കുവാണ്. ഇനി DX² - Y² DXY, അതിനെ ഒന്നിച്ചെടുത്തു, അപ്പൊ അത് D² എന്നായില്ലേ. അപ്പം S2 P D², S2 P D² എന്ന് വേറൊരു കോമ്പിനേഷൻ. ഡബ്ലി ഡീജനറേറ്റ് ആണല്ലോ ഈ ഡാഷ്. അപ്പൊ ഈ ഡാഷിൽ നിന്ന് എടുക്കുമ്പോൾ 2 പേരെ എന്നാണെങ്കിലും എടുത്തിരിക്കണം. അപ്പൊ DX² - Y²നെയും DXYനെ ഞാൻ എടുത്തു, അപ്പൊ D² ഓൾറെഡി ആയി. പിന്നെ A2 ഡാഷിൽ നിന്ന് ഡബിൾ ഡാഷിൽ നിന്ന് PZനെ എടുത്തു, അപ്പൊ D2 P എന്നായി. പിന്നെ എസിൽ നിന്ന് 2 പേരെ എടുത്തു, അപ്പൊ S2 P D2, അത് ഒരു കോമ്പിനേഷൻ. നെക്സ്റ്റ് കോമ്പിനേഷൻ ഞാൻ ഈ എസിനെ എടുത്തു, ആ കൂടെ തന്നെ DI എടുത്തു, അപ്പൊ SD എന്നായില്ലേ. എസിനെയും എടുത്തു അതേ സമയം തന്നെ, അപ്പൊ 2 പേരെ എനിക്ക് എടുത്താൽ മതി, ഇത് ഏത് കോമ്പിനേഷൻ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ SD എന്നായി. P അവിടെ നിന്ന് എടുക്കാൻ A2 ഡബിൾ ഡാഷിന് എടുക്കാൻ P മാത്രമേ ഉള്ളൂ. ദെൻ ഞാൻ ഇപ്പുറത്തെ Pയിൽ തന്നെ 2 പേരെ എടുത്തു, അപ്പൊ ഇത് ടോട്ടൽ 3 P ഒന്നിച്ച് എനിക്ക് P3 എന്ന് എഴുതത്തില്ലേ. അപ്പൊ ഞാനിത് P3 എന്ന് എഴുതി, SDP3. അങ്ങനെ നമുക്ക് SP3D എന്ന് നമുക്ക് പഠിച്ചതുപോലെ പറയാലോ, SP3D, അതൊരു കോമ്പിനേഷൻ. ഓക്കെ, SP3D. നെക്സ്റ്റ് ഞാൻ A ഡാഷിൽ നിന്ന് തന്നെ 2 D ഒന്നിച്ചെടുത്തു, അപ്പൊ D² എന്നായി. P A ഡബിൾ ഡാഷിൽ P എടുത്തു, ആ കൂടെ തന്നെ മറ്റേ 2 Pനെയും എടുത്തു, അപ്പൊ ടോട്ടൽ P³ എന്നായി. അപ്പൊ D2 P³ വേറൊരു കോമ്പിനേഷൻ. ഓക്കെ, ഞാൻ വീണ്ടും A ഡാഷിൽ നിന്ന് D തന്നെ എടുത്തു, അപ്പൊ D² എന്നായി. P എടുത്തു. ദെൻ മറ്റ് 2 ടികളെയാണ് എടുത്തത്, DX² - Y²നെയും DXYനെയും. അപ്പൊ ടോട്ടൽ 2 D. അപ്പൊ ടോട്ടൽ 2 + 2 ടോട്ടൽ 4 D എന്ന് എനിക്ക് എഴുതാലോ. അപ്പൊ D4P എന്ന് എനിക്ക് എഴുതാം, അല്ലെങ്കിൽ PD4 എന്ന് പറയാം. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടെ ഉണ്ട്. ഇവിടുന്ന് ഒരു S, ഇവിടുന്ന് ഒരു D, അപ്പൊ SD P. ദെൻ ഇതിൽ 2 D, അപ്പോ SDP 2 D2 കൂടെ ഇല്ലേ, അപ്പൊ ഒന്നിച്ച് എഴുതുമ്പം SPD4, 3
ടോട്ടൽ 3 അല്ലേ, അപ്പം SP-D3 എന്ന് വരും. SP-D3. അപ്പൊ എനിക്ക് കിട്ടിയ കോമ്പിനേഷൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ ഓരോരോ മാറ്റി മാറ്റി എടുത്ത് നോക്കിയാൽ മതി. ഓരോ കോമ്പിനേഷൻസ് നമ്മൾ അവർ പറഞ്ഞ ആ കണ്ടീഷൻ വെച്ച് A1 ഡാഷിൽ നിന്ന് 2 പേരെ എടുക്കണം അറ്റ് എ ടൈം. A2 ഡബിൾ ഡാഷിൽ നിന്ന് ഒരാളെ, ഈ ഡാഷ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി അത് ഡബിളി റീജനറേറ്റഡ് ആണ്. അപ്പൊ 2 പേരെ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം ഈ എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ കോമ്പിനേഷൻസ് എല്ലാം ഞാൻ പറയുവാണെങ്കിൽ S2P3 കിട്ടി, S2PD2 കിട്ടി, SP3D കിട്ടി, D2SP3, സോറി D2SP3D, D2P3 ആണ്. Then PD4, SPD3. ഓക്കെ, ഈ കോമ്പിനേഷൻസിലെല്ലാം നമ്മൾ എനർജറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള കോമ്പിനേഷനെയാണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഇവിടെ ഏതാണ്? SP3D ആണ്. SP3D ആണ്. ഓക്കെ, എസും 3 പിയും 1 ഡിയും വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ PF5ന്റെ എന്താണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഓരോ മോളിക്കൂളും നമുക്ക് ഇങ്ങനെ എടുത്തു നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്താ ഇതിൽ ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് അവരുടെ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് വെച്ചിട്ട് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കും. ആ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ അകത്തു നിന്ന് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എഴുതും. എന്നിട്ട് ഓരോ മുള്ളിക്കൻ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്, PX, PY, PZ, SPD അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടിയ ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷനിലെ ആ നമ്പർ വെച്ച് നോക്കുക. 2 ആണോ 3 ആണോ എത്ര എണ്ണം എടുക്കേണ്ടത്, അത് വെച്ച് നമ്മൾ ഓരോ കോമ്പിനേഷൻസ് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞ് ലാസ്റ്റ് അതിൽ നമുക്ക് എനർജറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതോ അതാണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് തിയറി വെച്ച് ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ട് ഗ്രൂപ്പ് തിയറിക്ക്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് അതിൽ നിന്നും പ്രോബ്ലം ആയിട്ടുള്ള ഒന്നും ഇല്ല, ഒന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി സിലബസിൽ ഉള്ളത് കൊണ്ട് അത് പറയാം. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നമ്മൾ ഈ ഗ്രൂപ്പ് തിയറി അപ്ലൈ ചെയ്യുക. ഓക്കെ, ഞാനതൊരു വാട്ടർ മോളിക്കൂൾ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു വാട്ടർ മോളിക്കൂള് കൺസിഡർ ചെയ്തു. C2V പോയിന്റ് ഗ്രൂപ്പ് ആണ്. അവരിൽ നമ്മൾ സിമെട്രി ഓപ്പറേഷൻസ്, ബോണ്ട് വെക്ടേഴ്സ് ആണ് കേട്ടോ, നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് വെച്ച് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഹൈബ്രിഡൈസേഷൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു വരുവാണ്. C2Vയില് E ചെയ്തു. E ചെയ്യുമ്പോഴത്തേനും 2 ബോണ്ട് വെക്ടേഴ്സ് അൺഷിഫ്റ്റഡ് ആണ്, 2 ആണ്. ദെൻ C2 ചെയ്തു. C2 ചെയ്യുമ്പോഴത്തേനും ഒരു വെക്ടേഴ്സും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, അല്ല സോറി, ഇതിലെ കൂടെ അല്ലേ C2 ചെയ്യുന്നത്. അപ്പോ 2 വെക്ടേഴ്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ആറ്റം പറയുവാണെങ്കിൽ ഓക്സിജൻ ചേഞ്ച് ചെയ്യത്തില്ല, പക്ഷെ ഇതെന്ന് പറയുന്നത് എന്താ, വെക്ടർ അല്ലേ. അപ്പൊ 2 വെക്ടേഴ്സ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അൺഷിഫ്റ്റഡ് ആയിട്ട് ആരും ഇല്ല. ദെൻ സിഗ്മ XZ എന്ന് പറയുമ്പോൾ മോളിക്കൂളോട് തന്നെ പോകുന്ന ആ ഒരു കേസിൽ അൺഷിഫ്റ്റഡ് 2 ആണ്. ദെൻ ലാസ്റ്റ് സിഗ്മ YZ-ലും 2 പേരും ചേഞ്ച് ചെയ്യും അല്ലെ. ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ 2 പേരും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ 0 ആണ് ഇവിടെ. ഓക്കെ, ഞാനിപ്പോ ഇതൊന്ന് ലിസ്റ്റ് ചെയ്ത് പറയുവാണെങ്കിൽ എനിക്ക് കിട്ടിയ 2 0 2 0. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഓക്സിജന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2s2 2p4 ആണ്. 2s2 2p4. അതിൽ S എന്ന് പറയുന്നത് നമ്മുടെ ഇറെഡ്യൂസിബിൾ, നമ്മൾ നമ്മൾ ക്യാരക്ടർ ടേബിളിലോട്ട് പോവാം. ക്യാരക്ടർ ടേബിളിലോട്ട് നോക്കുമ്പോൾ എസിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ A1 ആണ്. A1 ആണ്. ഇനി P എന്ന് പറയുമ്പോൾ അത് 3 എണ്ണം ഉണ്ടല്ലോ, PX, PY, PZ. നമ്മളപ്പോ X, Y, Z ഏതിലാ വരുന്നത് നോക്കുക. നമ്മുടെ ക്യാരക്ടർ ടേബിളിന്റെ അകത്ത് A1 എന്ന് പറയുന്നത് PZ ആണ്. A1 എന്ന് പറയുന്നത് PZ ആണ്. B1 എന്ന് പറയുന്നത്
പി എക്സ് ആണ്. B2 എന്ന് പറയുന്നത് PY ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ്. S എന്ന് പറയുന്നത് A1, P എന്ന് പറയുമ്പോൾ അവിടെ A1 ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്. ഇനി നമ്മൾ അത് ആരുടെയാണ്? ഓക്സിജന്റെ കേസിൽ എടുത്തു. ഇനി ഹൈഡ്രജന്റെ കേസിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s1 ആണ്. 1s1. അപ്പം S എന്ന് പറയുന്നത് എന്താണ്? A1 അല്ലേ? A1 ആണ്. S എന്ന് പറയുന്നത് എന്താണ്? A1 ആണ്. പക്ഷെ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? ഇപ്പൊ 2 ഹൈഡ്രജൻ ഉള്ളപ്പോ 2 അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എനിക്കിപ്പോ ഒരാളെ കിട്ടിയുള്ളൂ, ഒരു ഓർബിറ്റലേ കിട്ടിയുള്ളൂ. 2 അറ്റോമിക് ഓർബിറ്റൽസ് എനിക്ക് വേണം. ഇപ്പൊ എനിക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം എസിന് കറസ്പോണ്ടിങ് ആയിട്ട് A1 കിട്ടി. പക്ഷെ നെക്സ്റ്റ് ഒരു ഹൈഡ്രജൻ കൂടി ഉണ്ടല്ലോ. ആ നെക്സ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹൈഡ്രജന് എന്ത് വേണം? എനിക്കൊരു ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ വേണം. അത് ഞാൻ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാല്, A1 എന്ന് പറയുന്നതാണ് ഒരാളുടെ ഒരു ഹൈഡ്രജന്റെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കിട്ടി. അപ്പൊ സെക്കൻഡ് ഹൈഡ്രജന്റെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാന് നമ്മൾ ചെയ്യുന്നത്, ഈ A1ന്റെ കൂടെ, ഈ A1 എന്ന് പറഞ്ഞ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷനിൽ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം, അപ്പോൾ ഞാൻ ക്ലിയർ ആവുള്ളൂ. നമുക്ക് ഓക്സിജന്റെ കേസിൽ കൺഫ്യൂഷൻ വരുകയല്ല, കാരണം ഓക്സിജൻ ഒരാളേ ഉള്ളൂ. അപ്പൊ ഒരാൾക്കുള്ള എല്ലാ IRഉം എനിക്ക് കിട്ടി. പക്ഷെ ഹൈഡ്രജന്റെ കേസിൽ ഒരാളുടെ കിട്ടി, അത് A1 ആണ്. പക്ഷെ സെക്കൻഡ് ഹൈഡ്രജന്റെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടിയില്ല. അത് കണ്ടുപിടിക്കണം. അതിന് ഞാൻ ക്യാരക്ടർ ടേബിളിലെ A1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കാം. C2Vയില് A1 എന്ന് വെച്ചാൽ എല്ലാം സിമെട്രിക് ആണ് കേട്ടോ. ഓക്കെ, ടോട്ടലി സിമെട്രിക് ആണ്. ഇനി B1 എന്ന് പറയുമ്പോ 1 -1 1 -1. വേറെ നെക്സ്റ്റ് നമുക്ക് വേറെ എല്ലാം A2 ഉണ്ട്, B2 ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ B1ന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഈ A1 നോക്കിയിട്ട് പിന്നെ എന്റെ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് വെക്ടേഴ്സ് എടുത്തില്ലേ, അത് ചെയ്തപ്പോ കിട്ടിയ 2020 അത് ഇവിടെ കിടക്കട്ടെ. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഈ A1ന്റെ കൂടെ ഏത് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 2020 കിട്ടുക എന്ന് നോക്കണം. A1 എന്ന് പറയുന്നത് ഫസ്റ്റ് S ഓർബിറ്റലിന്റെ ടോട്ടലി സിമെട്രിക്കൽ ആയിട്ടുള്ളതിന്റെ IR ആണ്. സെക്കൻഡ് വൺ കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യുന്നത്, ആ ഫസ്റ്റ് കിട്ടിയ A1ന്റെ ക്യാരക്ടറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ്, അല്ലെ ഏത് IR എടുത്ത് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 2020 കിട്ടുക എന്ന് നോക്കുക. ഈ കേസിൽ അത് നോക്കിക്കേ, A1 B1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 2, 1 + -1 0, 1 + 1 2, 1 + -1 0, 2020 കിട്ടിയത് ആരെ ആഡ് ചെയ്തപ്പോഴാണ്? A1ന്റെ കൂടെ B1നെ ഞാൻ ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? 2020 കിട്ടിയത് അല്ലേ? സോ നമ്മുടെ ടോട്ടൽ ഹൈഡ്രജന്റെ കേസിലെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? A1ഉം 2 പേര് നമുക്ക് വേണം, 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഒരാളുടെ A1 ആൻഡ് സെക്കൻഡ് വണ്ണിന്റെ B1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മള് രണ്ട് ആറ്റംസ് ഉണ്ടെങ്കിൽ ഒരാളെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അവരുടെ MO ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാനുള്ളതേ ഉള്ളൂ. ഒരു ഹൈഡ്രജനിൽ എന്താണുള്ളത്? A1 ആണുള്ളത്. നമ്മൾ ഈ സൈഡിൽ ഓക്സിജൻ എഴുതാവേ. ഓക്സിജന്റേത് A1 ഉണ്ട്, ദെൻ 2 A1 ഉണ്ട്. എസിനും A1 ഉണ്ട്, പിക്ക് 2 A1 എഴുതി, B1 B2 ഇങ്ങനെ എഴുതും. A1 ഇവിടെ കൊടുക്കും, ഇവിടെ ഇത് B1 B2, ഇത് മറ്റൊരു A1. ഓക്സിജന്റെ 2s2 2p4 ആണ്. ആ എസിലും എന്തുണ്ട്? A1 ഉണ്ട്, പിയിലും A1 ഉണ്ട്. 2 A1നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ ഓക്സിജന്റെ ആണ് സൈഡിൽ എഴുതുക. ഓക്കെ, അപ്പൊ അതില് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യത്തെ A1ൽ 2s2, then 2p4നെ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുക, 2s2 2p4. നെക്സ്റ്റ് ഞാൻ ഇത് ഓക്സിജന്റെ സൈഡ്, then ഹൈഡ്രജന്റെ എഴുതുവാണെങ്കിൽ A1ഉം B1ഉം അല്ലേ ഹൈഡ്രജന്റേത്? നമ്മുടെ നേരെ എഴുതി, A1ഉം
B1 ആണ് ഹൈഡ്രജന്റേത്. ആ രണ്ടിലും ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ട് ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ട് ഹൈഡ്രജന്റെ എഴുതി. അപ്പൊ ഓക്സിജന്റെയും 2 ഹൈഡ്രജന്റെ അപ്പുറം ഇപ്പുറം എഴുതി. 2 അറ്റോമിക് ഓർബിറ്റൽസിന്റെ എഴുതി. നടുക്ക് നമ്മൾ എന്താ എഴുതുക? മോളിക്കുലർ ഓർബിറ്റൽസിന്റെ അല്ലേ എഴുതുക? രണ്ടിന്റെയും കൂടെ സം ആയിട്ടുള്ളത്. അതും കൂടെ ഒന്ന് എഴുതി കാണിക്കാം. നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും ആയിട്ട് എഴുതി. സെന്ററിൽ നമ്മൾ രണ്ടുപേരുടെയും കൂടെ എഴുതും. അതായത് സെന്ററിൽ A1 ഉണ്ട്, B1 ഉണ്ട്, then again A1, എനർജിയുടെ ഓർഡറിലാണ് നമ്മൾ എഴുതുക. then B2, ലാസ്റ്റ് വീണ്ടും ഒരു A1, ഒരു B1 കൂടെ. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 8 അല്ലേ? 4 + 2 ഓക്സിജന്റെ 6 പ്ലസ് 2 ഹൈഡ്രജന്റെ 8. അപ്പോ ഈ നടുക്കുള്ള ഇത്രയും പേര് നമുക്ക് ബോണ്ടിങ് ആണ്. A1 B1 A1 ബോണ്ടിങ് ആണ്, B2 നോൺ ബോണ്ടിങ് ആണ്, ടോപ്പിൽ കിടക്കുന്ന രണ്ടുപേര് എന്താണ്? ആന്റി ബോണ്ടിങ് ആണ്. അങ്ങനെയല്ലേ നമ്മൾ പറയാറ്. അപ്പൊ ഇതെത്ര നമുക്ക് വരയ്ക്കാനെന്നുള്ളതൊന്നും ചോദിക്കുകയല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും ഗ്രൂപ്പ് തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്. ഈ ഒരു ഇതോടുകൂടി ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട എന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറിയിൽ 3 ആപ്ലിക്കേഷൻസ് കണ്ടു. ഒന്ന് IR ആക്റ്റീവ്, രാമൻ ആക്റ്റീവ് പ്രെഡിക്റ്റ് ചെയ്യുക. ദെൻ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഗ്രൂപ്പ് തിയറി വെച്ച് പ്രെഡിക്റ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് പറഞ്ഞത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, അതിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് തിയറിയുടെ ആപ്ലിക്കേഷൻസ് വരിക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സിമെട്രി എലമെന്റ്സ് വെച്ചിട്ട്, ദെൻ സിമെട്രി ഓപ്പറേഷൻസ് അതിൽ അപ്ലൈ ചെയ്ത്, അത് അങ്ങനെ പല സിമെട്രി എലമെന്റ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു മോളിക്യൂൾ വന്നാൽ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ദെൻ അവരുടെ ഓർഡർ, ആ പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ദെൻ അവരുടെ ക്ലാസസ് ഓഫ് പോയിന്റ് ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് പഠിച്ചു. ദെൻ നമ്മൾ അവരെ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എഴുതാനായിട്ട്, ദെൻ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എഴുതാനായിട്ട് പഠിച്ചു. ആ കൂടെ നമ്മൾ ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം പഠിച്ചു. ഓക്കെ, ദെൻ മെട്രിക്സ് റെപ്രസെന്റേഷൻ, അതെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ലാസ്റ്റ് നമ്മൾ കണ്ടത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.